السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال: ومن سلك طريقا يلتمس فيه علما سهل الله له طريقا إلى الجنة. رواه مسلم. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ 40 ഹദീസുകളിൽ 36ാമത്തെ ഹദീസായി രേഖപ്പെടുത്തിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. മനുഷ്യൻ ഷോർട്ട് കട്ടുകൾ തിരയുന്ന ആളാണ്. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി ചാടും. അതിൻ്റെ ഏറ്റവും വലിയ അനുഭവമാണ് ഇപ്പോൾ ഗൂഗിൾ മാപ്പ്. മുന്നോട്ടുള്ള യാത്ര മാത്രമേ ഉള്ളൂ, റിവേഴ്സ് ഗിയറില്ലതിന്. ഇതേപോലെ മതത്തിലും ചില മാർഗങ്ങളുണ്ട്, ഷോർട്ട് കട്ടുകൾ. അതിനാണ് ത്വരീഖത്ത് എന്ന് പറയാം. ഇതിപ്പോൾ റബീഉൽ ആഖിറാണ്. ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹിയുടെ പേരിലുള്ള ജീലാനി ദിനം. അടുത്തത് റിഫായി, പിന്നെ നഖ്ശബന്ദി, പിന്നെ അങ്ങനെ രാഫുലിയ, അങ്ങനെ തുടങ്ങി എന്തൊക്കെ ആരുടെയൊക്കെ പേരിലുള്ളതൊക്കെ ഉണ്ട്. എന്തിനാത്? ആ മാലകളിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. അത് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എഴുതിയൊന്നുമല്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് സന്ദർഭത്തിൽ പറയാം. അദ്ദേഹം അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന ജീലാനി എന്ന സ്ഥലത്ത് ജനിച്ചിട്ട് എങ്ങനെയാണ് അദ്ദേഹം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അൽ ബഗ്ദാദി, ജന്മം ജീലാനിയിലും അദ്ദേഹത്തിൻ്റെ ഖബർ കുടികൊള്ളുന്നത് ബഗ്ദാദ്, ഇറാനോ ബഗ്ദാദിൻ്റെ ക്യാപിറ്റൽ ഭാഗത്തുള്ള കാരണം എന്താണെന്നുള്ളത് ചരിത്രം പഠിക്കണം. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞില്ല. 51 വയസ്സ് വരെ ദീനിന് വേണ്ടി പരിശ്രമിച്ചു. എന്നിട്ടാണ് വിവാഹം കഴിച്ചത്. എന്നിട്ടാണ് മക്കളുണ്ടായത്. ആ മകന് കൊടുക്കുന്ന ഉപദേശമുണ്ട്, ഫുതൂഹുൽ ഗൈബ്, ഫതഹുർ റബ്ബാനി തുടങ്ങിയ കിതാബുകളൊക്കെ. അതൊക്കെ വായിക്കാം ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ത്വരീഖത്തുകളുടെയൊക്കെ പേരിൽ പല ആൾക്കാരുണ്ടാക്കി വെച്ച പല കള്ളത്തരങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ ത്വരീഖത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ആരെന്ത് തെറ്റ് ചെയ്താലും, റിഫായി ത്വരീഖത്തിലും അങ്ങനെ തന്നെ. അപ്പോൾ ആളുകൾ മനസ്സിലാക്കി വെച്ചത്, അന്ന് കിതാബുമായിട്ടുള്ള ബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആകെ ഉള്ളത് പ്രചാരത്തിൽ നിൽക്കുന്നത് ഇത് മാത്രമായതുകൊണ്ട് ആളുകൾ മനസ്സിലാക്കി വെച്ചു, ആ ത്വരീഖത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളൊക്കെ തെറ്റായിരുന്നാലും ഷെയ്ഖ് നന്നായാൽ മതി എന്നൊരു ധാരണ. അതിശയോക്തി മറ്റൊന്ന്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളായ ഖുർആനും ഹദീസും ഒക്കെ മുമ്പിൽ ഇരിക്കെ തന്നെ ആ ഹദീസിലുള്ള ദഈഫും ചില അതിശയോക്തിയുമുള്ള കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ജനങ്ങളോട് പറഞ്ഞിട്ട് അമൽ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടായിത്തീരുക. മറ്റൊന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും പഠിപ്പിച്ചതുമായ 100% കിട്ടുമെന്നുള്ള കാര്യങ്ങൾ. അതിൽപ്പെട്ടൊന്നാണ് അറിവ്. അത് ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ ഏതായിരുന്നാലും വേണ്ടില്ല, അത് തൻ്റെ ബാധ്യതയ്ക്കപ്പുറം, മക്കളെയൊക്കെ പഠിപ്പിക്കുക, ഒരു ബാധ്യതയ്ക്കപ്പുറം താൻ മനസ്സിലാക്കേണ്ടത് അതോടുകൂടി തനിക്ക് എന്തെങ്കിലും ഒരു ഖൈറ് കിട്ടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വലാ തഖഫ് മാ ലൈസ ലക ബിഹി ഇൽമുൻ, ഒരറിവില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടാവണം. അതായിരിക്കണം വിശ്വാസി. വിശ്വാസി എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്ത, വെറും നിക്കാരവും നോമ്പും ഇബാദത്തുമായിട്ട് കഴിഞ്ഞുകൂടുന്നവനല്ല. എല്ലാ വിഷയങ്ങളും എങ്ങനെ ഇബ്നു വൈദ്യശാസ്ത്ര രംഗത്ത് ഇങ്ങനെ തുടങ്ങിയാൽ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ഉത്തുംഗമായ മേഖലയിലേക്ക് എത്താനുള്ള കാരണം അറിയണം, പഠിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അത് സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുമെന്നൊരു ധാരണ. അതുകൊണ്ടാണ് പഴയ കാലത്തൊക്കെ നമ്മുടെ പള്ളി ഉണ്ടായിരുന്നെങ്കിൽ ആ പള്ളിയിൽ ഒരു 15 പേരെങ്കിലും ഉണ്ടാകുന്ന പള്ളി ദർസ് ഉണ്ടാവാനുള്ള കാരണം എന്താ? 2 കാരണങ്ങളാണ്. ഒന്ന്, അതിലൂടെ സ്വർഗത്തിലെത്താം. മറ്റൊന്ന്, ആ മഹലിൽ ജമാഅത്തുകളും മറ്റൊക്കെ മുടങ്ങാതെ നടന്നു പോവുകയും ചെയ്യും. ഔപചാരികമാകട്ടെ അനൗപചാരികമാകട്ടെ നിയ്യത്ത് നല്ലതാണ് എങ്കിൽ ഇൽമിൻ്റെ മാർഗത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ അത് സ്വർഗത്തിലേക്ക് എത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഈ ഹദീസിൽ അതാ പറഞ്ഞത്, വമൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ, ഏതെങ്കിലും ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുന്നു, അതിൽ ഉള്ളത് അയാൾക്ക് ഇൽമ് ഉണ്ടാകുക എന്ന ഉദ്ദേശ ലക്ഷ്യമാണ് എങ്കിൽ സഹലഹുല്ലാഹു ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് എളുപ്പമാക്കി കൊടുക്കും ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള ഒരു ഷോർട്ട് കട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും അറിയാനും അതുവഴി സ്വർഗത്തിലെത്താനുമുള്ള തൗഫീഖ് നമുക്കും നമ്മുടെ സന്താന പരമ്പരകൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അതുവഴി ലഭിക്കുന്ന ഭൗതികവും പാരത്രികവുമായ എല്ലാവിധ
ഖൈറും ബറക്കത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അറിവിന്റെ പരമാവധി പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഇവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായ വീഴ്ചയും അബദ്ധങ്ങളും അനർത്ഥവും തെറ്റും കുറ്റവും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുകയും അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കുകയും ചെയ്യട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളും പ്രയാസപ്പെടുന്നവരുമായി വീടുകളിലും ആശുപത്രികളിലുമുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശിഫാവും ഖൈറും ബറക്കത്തും ആ രൂപത്തിൽ സക്കീനത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു നമ്മിലെ പ്രയാസപ്പെടുന്നവരും പ്രായാധിക്യമുള്ളവരുമായ ആളുകൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉം ഉള്ളവരായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ച് മുത്തഖീങ്ങളായി തീരാനും മരണസമയത്ത് അഫ്ദൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായി ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി മരിക്കാനും ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങൾ അവരുടെയും നമ്മുടെയും അല്ലാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. റിസ്ഖിന്റെ മഈശത്തിന്റെ ഉപജീവനത്തിന്റെ മേഖലകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവിശാലമായ അവന്റെ ഖൈറും ബറക്കത്തും നൽകി നമ്മയും നമ്മുടെ മക്കളെയും കുടുംബാദികളെയും അനുഗ്രഹിക്കട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സിദ്ദീഖുകളും ഷുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.